ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, വിനയ് എന്നാണ് കമ്പനിയുടെ പേര്. മാർച്ച് എന്താണുള്ളത്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 4,90,000, പിന്നെ 2 ലക്ഷം രൂപയുടെ വെഹിക്കിളുണ്ട്. ഇതിനൊക്കെ ഡിപ്രീസിയേഷൻ ഉണ്ടാവാം. പിന്നെ അടിയിൽ റിമൈനിങ് അൺകംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോഴാണ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കൺസെപ്റ്റ് ഒക്കെ വരുന്നത്. ഇവർക്ക് 3 സ്ഥലങ്ങളിലാണ് കോൺട്രാക്റ്റ് ഉള്ളത്. ഓരോന്നിൻ്റെയും കോൺട്രാക്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. 8 ലക്ഷം, 5.5, പിന്നെ 16. ഇതിന് ടോട്ടൽ വരുന്ന എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, അലൈൻമെൻറ്റ് തെറ്റിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്ര? ഇവിടെ 6,40,000. ഒക്കെ ലാക്കിലല്ലേ മുകളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എത്ര? 7 ലക്ഷം, 12 ലക്ഷം. ക്ലിയർ? അത് ടോട്ടൽ എസ്റ്റിമേറ്റഡ് ആണ്. ഇവിടെ ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ആവശ്യം ഉണ്ടാവും എപ്പോഴാണ്? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എമൗണ്ട് ട്രാൻസ്ഫർ ടു P&L. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ദെൻ വേജസ് എത്ര ഉണ്ട്? വേജസ് ഉണ്ട്. പിന്നെ ഏതൊക്കെ കോസ്റ്റ്? ഇതൊക്കെ ആക്ച്വൽ സാധനങ്ങളാട്ടോ. ഈ താഴെ പറയുന്നതൊക്കെ ഏത് കോസ്റ്റാണ്? ആക്ച്വൽ. വേജസ്, മെറ്റീരിയൽ, പിന്നെ ഏതാ? ഓവർ ഹെഡ്, എക്സ്ക്ലൂഡിങ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അതിൽ ഡിപ്രീസിയേഷൻ ഇല്ല, ഡിപ്രീസിയേഷൻ വേറെ കാണേണ്ടി വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ട് അവിടെ. പിന്നെ വാല്യൂ സർട്ടിഫൈഡ് ബൈ ആർക്കിടെക്ട്. ഓക്കെ, ദെൻ അടുത്ത ഏതാണ്? പ്രോഗ്രസ് പേയ്മെൻറ്റ് റിസീവ്ഡ്, അതാ ക്യാഷ് റിസീവ്ഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് വെഹിക്കിളും രണ്ടും എത്രയാണ്? 20%. To the 3 contract in proportion to work. 3 contract in proportion to ഏതാണ്? വർക്ക് സർട്ടിഫൈഡ്. യെസ്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ 4,90,000 അല്ലേ ഡിപ്രീസിയേഷൻ അല്ലേ? ഈ 4,90,000 വേണമെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ച് കാണാം. ഓക്കെ, രണ്ടും കൂടെ ഒരുമിച്ച് കാണാം. എത്ര? 4,90,000 പ്ലസ് 2 ലക്ഷം. അപ്പോൾ എത്ര? 6,90,000. ഇതൊരു വർക്കിംഗ് നോട്ടാണ്. വർക്കിംഗ് നോട്ട് നമ്പർ 1 ഇപ്പം തന്നെ ചെയ്യാണ്. ഏതാ? ഡിപ്രീസിയേഷൻ ഓൺ ഏതൊക്കെ ഉണ്ട്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ആൻഡ് ഏതുണ്ട്? വെഹിക്കിളുണ്ട്. വി ഫോർ വെഹിക്കിൾ. എത്രയാണ്? 4,90,000 പ്ലസ് 2 ലക്ഷം, അങ്ങനെ മൊത്തം 6,90,000 എത്ര ശതമാനം? 20%. എന്നാണ് ഈ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കോൺട്രാക്റ്റുകളും എന്താണ്? 1 വർഷത്തേക്ക് ഉണ്ടാവും. എന്താ പറഞ്ഞില്ല? എല്ലാ കോൺട്രാക്റ്റുകളും എന്താണ്? ഒരു ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ട്. 12. അപ്പോൾ അതിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടുക? 1,30,000. ഈ 1,38,000 ഏതിനൊക്കെ ഉള്ളതാ? V1, V29, 24, 25, ഇങ്ങനെ 3 എണ്ണത്തിനുള്ളതാണ്. അപ്പോൾ ഈ എമൗണ്ട് എങ്ങനെ വീതിക്കും എന്ന് ചോദിച്ചാൽ അത് വരെ പറഞ്ഞിട്ടുണ്ട്. ഏതിലാണ്? 3 കോൺട്രാക്ട് ഇൻ പ്രപ്പോർഷൻ ടു ഏതാണ്? വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എവിടെയാണ്? വാല്യൂ ഓഫ് സർട്ടിഫൈഡ് ബൈ ഇതന്നല്ലേ? ഇതാണ് ആ റേഷ്യോ. ക്ലിയർ അല്ലേ? ഇപ്പോൾ റേഷ്യോ ഏതാണ്? ഇൻ 7.2:4.2:2. ഏതാണ്? 4. ടോട്ടൽ എത്ര ഉണ്ട്? മൊത്തം ആഡ് ചെയ്ത 13.8. ഓക്കെ, അപ്പോൾ ആ ഇതിൽ വീതിച്ചിട്ട് ഓരോരുത്തരുടെ പറയും. 1,38,000 ഇൻറ്റു 7. എങ്ങനെ കാണാം? 1,38,000 ഇൻറ്റു 7.2 ഡിവൈഡഡ് ബൈ 13.8. അപ്പോൾ എത്ര വരും? 72,000. ഓക്കെ, ഇനി മറ്റ് 42,000, 24,000 അല്ലേ? മനസ്സിലാക്കല്ലേ? കാരണം 7.2 ആണിത്. ഇതിന് 4.2-ന് 42 വന്നു. അപ്പോൾ 2.4-ന് എത്ര വരും? 24,000. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു വർക്കിംഗ് നോട്ടാണ്. ഇത് ഞാൻ ചെയ്യില്ല, അതേലുണ്ട്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂ. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്? യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ, വായിക്കടാ, സ്റ്റേറ്റ്മെന്റ് ഷോയിങ് കോൺട്രാക്ട് വൈസ് ആൻഡ് ടോട്ടൽ. ഏതാണ്? പ്രോഫിറ്റ് ടു ബി ടേക്കൺ ടു P&L അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ്. പിന്നെ വർക്കിംഗ് പ്രോഗ്രസ് ആസ് വുഡ് അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. എങ്ങനെ വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. പിന്നെ പ്രോഫിറ്റ് ടു ബി ടേക്കൺ ടു P&L അക്കൗണ്ട് വേണമെങ്കിൽ എന്ത് പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ? കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. വേണ്ടേ? ചെയ്തട്ടെ? ഓക്കെ, ഫിദ പറഞ്ഞേ. പറഞ്ഞല്ലോ നീ പറഞ്ഞത് എങ്ങനെ ചെയ്യാം? യെസ്, നീ തന്നെ. ഓക്കെ, നീ പറഞ്ഞതനുസരിച്ച് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും.
3 കോളം വേണ്ടേ? ഏതൊക്കെ കോളം? എന്താ ഹെഡിങ് പറയും? വി ആർ ഹെഡിങ്, മെയിൻ ഹെഡിങ് കോൺട്രാക്ട് അക്കൗണ്ട്, ഡെബിറ്റ്, പിന്നെ ഏതാ ക്രെഡിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു? P11. ഓക്കെ, ഏതൊക്കെയാണ് കോൺട്രാക്റ്റ് പറയും? അവളാണ് പറയേണ്ടത്, നിങ്ങൾ പറയണ്ട. അല്ലെങ്കിൽ ചോദിച്ചാൽ ഒരെണ്ണം പറയില്ല. V25. മോള് പറയും അടുത്ത്. ഓക്കെ, ഇനി ഒരൈറ്റം എടുത്ത് പറയും. ഫസ്റ്റ് 2 ഏതാണ്? വേജസ്. എത്ര വേജസ് ഉള്ളത്? 2.40. പറയടാ. 1.20 ഇതല്ലേ? 2 ഏതാണ്? M ഫോർ മെറ്റീരിയൽ. 1.10. പിന്നെ എത്ര? അടുത്ത് ഓവർ ഹെഡ് എത്ര? സ്പീഡ് പറയും, എഴുതാൻ ഇത്രയധികം സമയം എടുക്കില്ലല്ലോ. 1.46. അടുത്ത് 0.5. ഓക്കെ, ഇനി ഒരു സാധനം കൂടി ഉണ്ട്. 2 ഏതാ? ഡിപ്രീസിയേഷൻ. വേറെ പ്രശ്നമുണ്ട്? കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഡിപ്രീസിയേഷൻ 72,000 എഴുതാൻ പറ്റില്ല, ഇതൊക്കെ ലാക്കാണ്. അപ്പോൾ എത്രയാണ്? 0.72, 0.42, 0.24. അല്ലെങ്കിൽ നിങ്ങൾ മൊത്തം എന്ത് ചെയ്യുക? ഇപ്പോൾ 2.4 ലക്ഷം എന്ന് പറഞ്ഞാൽ 2,40,000. ഈ 1 എന്താ? 1,00,000. അറിയാലോ? യെസ്. അപ്പോൾ മുകളിൽ വേറെ കാര്യം ഇതൊക്കെ എഴുതിയിട്ട് എക്സാമിന് എന്ത് ചെയ്യും? ഇതിൻ്റെ ഹെഡിങ്ങിൽ ഇങ്ങനെ കൊടുക്കണം. റുപ്പീസ് ഇന്ന ഏതാണ്? ലാക്സ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പേരിൽ എന്ത് ചെയ്യാം? മാർക്ക് എന്ത് ചെയ്യാം? പോവാം. ശരിയല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമല്ലേ? ഓക്കെ, പിന്നെ മോള് പറയും അടുത്ത്. ബൈ ഏതാണ്? വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡ് ഉണ്ട്. നേരെ പൊളിച്ചെഴുതുക. എത്രയാ? 7.20, 4.20, പിന്നെ 2.40. ഓക്കെ അല്ലേ? ദെൻ ഇനി വേറെ ഒന്നുമില്ലല്ലോ, എല്ലാം ഇല്ലേ? ഇത് ബാലൻസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? നോഷണൽ പ്രോഫിറ്റ് കിട്ടും. 2 എല്ലാവർക്കും ചെയ്യാം കേട്ടോ. നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ കിട്ടും. ഫസ്റ്റത്തെ പറയും. ചിലതിൽ ലോസ് ഉണ്ടാവും, ശ്രദ്ധിച്ചോ. ലോസാ ഫസ്റ്റ് എത്ര കിട്ടി? 1.64. ഓക്കെ, മറ്റത് ഐ തിങ്ക് രണ്ടാമത്തെ ലോസ് ആയിരിക്കും. അപ്പോൾ ഇവിടേക്ക് പോകണം. ബൈ P&L അക്കൗണ്ട് അല്ലേ? ഡെബിറ്റ് കൂടുതലായിരിക്കും. എത്രയാ? 0.78. ദ ലാസ്റ്റ് വൺ എന്താ? പ്രോഫിറ്റ് ലോസാ? ലോസ്. പോയിന്റ് മോളിൽ 0.6 ലോസ് അല്ല. ഇനി നോഷണൽ പ്രോഫിറ്റ്. ഇനി ഇതിനെ കുറിച്ച് ആലോചിക്കണ്ട, അവിടെ കഴിഞ്ഞ്. ലോസ് ആണെങ്കിൽ മൊത്തം എവിടേക്ക് പോയി? P&L. ലോസ് എങ്ങനെ റിസർവിലേക്ക് മാറ്റിയേക്ക്? റിസർവ് പറഞ്ഞാൽ കരുതി വെക്കലല്ലേ? ഓക്കെ, അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് ഇനി എന്ത് ചെയ്യണം? ബൈ നോഷണൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ബ്രോഡ് ഡൗൺ ചെയ്യണം. 1.60 മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് എങ്ങോട്ട്? 64. ഓക്കെ, എന്നിട്ട് എവിടേക്കാണ് പോകേണ്ടത്? ടു P&L. 2 ഏതാണ്? റിസർവ്. വർക്കിംഗ് നോട്ട് നമ്പർ 1. വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ത് കാണണം? പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ. 200. എങ്ങനെ കാണാം? വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100. വർക്ക് സർട്ടിഫൈഡ് എത്രയായിരുന്നു? 7.20. കോൺട്രാക്ട് പ്രൈസ് 8 ആയിരുന്നു. ഇൻറ്റു 100 എത്ര പെർസെൻറ്റേജ് വരും? 90. ഓക്കെ അല്ലേ? 90 വന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് തന്നതിന് എന്തുണ്ട്? കാര്യം ഉണ്ട്. ക്ലിയർ അല്ലേ? 90% ആണ്. അപ്പോൾ എഴുതുമ്പോൾ എഴുതണം ഏതാണ്? പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ് 90%. സോ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു എവിടേക്കാ? P&L should be calculated. ഈസി ആണല്ല? should be calculated on the basis of estimated profit. അപ്പോൾ നമ്മൾ എന്ത് കാണണം? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. ആ ഇക്വേഷൻ എന്തായിരുന്നു? therefore ഇങ്ങനെ പറയാം. എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു എവിടേക്കാ? P&L അക്കൗണ്ട് ഈസ് ഈക്വൽ ടു എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാണണം ഇൻറ്റു. എന്നിട്ട് ഏതാ? ഇവിടെ കുറേ ഏതെങ്കിലും ഇക്വേഷൻ എന്ത് ചെയ്യാം?
വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ ഏതിരിക്കാം കോൺടാക്ട് പ്രൈസ്. ഫസ്റ്റ് ഇക്വേഷൻ വരും. അപ്പം ഇനി വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 2. ഏത് കാണണം? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. എങ്ങനെ കാണുന്നത്? കോൺടാക്ട് പ്രൈസിന് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ മതി. നമ്മൾ സങ്കടപ്പെടേണ്ട. ഇവിടെ ഡയറക്റ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 8 ലക്ഷമാണ് എന്ത് സെയിൽസ് വാല്യൂ. ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്ര തന്നിട്ടുണ്ട്? 6.40 തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വരും? 1.60. സിമ്പിളായി മുകളിൽ കൊണ്ടിടാം. 1.60 ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് എത്രയായിരുന്നു? 7.20. കോൺടാക്ട് പ്രൈസ് എത്രയാണ്? 8. എത്ര വരും? 1.44. ഇതാണ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ബാലൻസ് എത്ര വരും? റിസർവിലേക്ക്. തെറ്റിയിട്ടുണ്ടാ? കറക്റ്റ് ആണല്ലേ? പിന്നെന്താ മർമറിയുന്നത്? എത്ര വരും? 0.20. ഓക്കെ. ഇത് പലതും എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഏതാ? എക്സ്പെക്റ്റഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു അടുത്ത ഇക്വേഷൻ ഏതാ? സോറി, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ഏതാ? വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺടാക്ട് പ്രൈസ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ എത്രയാണ്? 1.60 ഇൻറ്റു 7.20 ഡിവൈഡ് ബൈ 8 ഇൻറ്റു ക്യാഷ് എത്ര റിസീവ് ചെയ്തുള്ളത്? 5 അല്ലേ? 5 ഡിവൈഡ് ബൈ 7.20 എത്ര വരും? 1. ഓക്കെ, ടെക്സ്റ്റിൽ ഇതാണ് എടുത്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ 1 ആണെങ്കിൽ ഇവിടെ 1 എഴുതി. ഇവിടെ എത്ര വരും? 0.64 വരും. ക്ലിയർ? ഏതും എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ടെക്സ്റ്റിൽ അങ്ങനെ എടുത്തൊന്നും അതിലേതാ ബെറ്റർ എന്നൊന്നുമില്ല. 5 ഒരു 4 ഏത് പൈസ? എസ്റ്റിമേറ്റഡ്. ഒരെണ്ണം ഏതാ? നോഷണൽ പ്രോഫിറ്റ്. എസ്റ്റിമേറ്റഡ് തന്നെയാണ് ഇവിടെ തരേണ്ടത് എന്നുള്ളതാണ് അവിടെ ഫസ്റ്റ് തരാനുള്ള കാരണം. എസ്റ്റിമേറ്റഡിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് തരാം.